നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷയും മുൻ IPS ഉദ്യോഗസ്ഥയുമായ ആർ ശ്രീലേഖ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ബി.ജെ.പിക്ക് വിജയിക്കാനാകുമെന്നും ഇടത് വലത് മുന്നണികളുടെ ഭരണത്തിൽ ജനങ്ങൾക്ക് മടുത്ത് മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും അവർ പ്രത്യാശ പ്രകടിപ്പിച്ചു. നർമ്മദ കോംപ്ലക്സിന് സമീപമുള്ള ചുവരിൽ താമര വരച്ചുകൊണ്ടാണ് ശ്രീലേഖ പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. വട്ടിയൂർക്കാവിൽ ശ്രീലേഖ തന്നെയായിരിക്കും NDA സ്ഥാനാർത്ഥിയെന്ന് BJP നേതാക്കളും സ്ഥിരീകരിച്ചു. ശാസ്തമംഗലം കൗൺസിലർ കൂടിയായ ശ്രീലേഖയുടെ പരിപാടിയിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്, സംസ്ഥാന ഉപാധ്യക്ഷൻ K. സോമൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് എന്നിവരും മറ്റു പ്രമുഖരും പങ്കെടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനം നൽകാത്തതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ ശ്രീലേഖയെ മത്സരിപ്പിക്കുമെന്ന് നേതൃത്വം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. മത്സരിക്കുന്നതിനോട് ആദ്യം അനുകൂലിച്ചില്ലെങ്കിലും ഒടുവിൽ പാർട്ടി നിലപാട് അവർ അംഗീകരിക്കുകയായിരുന്നു. ശാസ്തമംഗലം വാർഡ് കൗൺസിലറാണ് ശ്രീലേഖ. മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ പോരിനാണ് കളമൊരുങ്ങുന്നത്. സിറ്റിംഗ് MLA VK പ്രശാന്ത് LDF സ്ഥാനാർത്ഥിയാകുമെന്നും കോൺഗ്രസിൽ നിന്ന് K. മുരളീധരൻ UDF-നായി എത്തുമെന്നും ഉറപ്പായിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8162 വോട്ടിന്റെയും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 231 വോട്ടിന്റെയും ഭൂരിപക്ഷത്തിൽ BJP വട്ടിയൂർക്കാവിൽ മുന്നിലെത്തിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. വട്ടിയൂർക്കാവിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ BJP-യുടെ താമര പ്രളയമുണ്ടാകുമെന്ന് ആർ ശ്രീലേഖ പറഞ്ഞു. ഇടത് വലത് മുന്നണികളുടെ ഭരണം ജനങ്ങൾക്ക് മതിയായി. ഒരു മാറ്റത്തിന് ജനം കൊതിക്കുന്നുണ്ടെന്നും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് അവർ പറഞ്ഞു. പാർട്ടിക്കും NDAയ്ക്കും വേണ്ടിയാണ് പ്രചാരണം, എനിക്ക് വേണ്ടിയല്ല. തന്റെ കാര്യം പാർട്ടി തീരുമാനിക്കും. 26 വാർഡുള്ള മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സേവനം നൽകിക്കൂടെ എന്ന് പാർട്ടി ചോദിച്ചാൽ സന്തോഷത്തോടെ സമ്മതിക്കുമെന്നും അവർ പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്, സംസ്ഥാന ഉപാധ്യക്ഷൻ K. സോമൻ, മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ G. ആശാനാഥ് തുടങ്ങിയവരും പങ്കെടുത്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8162 വോട്ടിന്റെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 231 വോട്ടിന്റെയും ഭൂരിപക്ഷത്തിൽ BJP മുന്നിലെത്തിയ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. മണ്ഡലം രൂപീകരിക്കപ്പെട്ടതു മുതൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു വട്ടിയൂർക്കാവ്. 2019 ഉപതെരഞ്ഞെടുപ്പിലാണ് ഇടത്തേക്ക് ചാഞ്ഞത്. 2011 K. മുരളീധരൻ 16167 വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി ചെറിയാൻ ഫിലിപ്പിനെ പരാജയപ്പെടുത്തി. 2016 തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ 7622 വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെയും തോൽപ്പിച്ചു. എന്നാൽ 2019 K. മുരളീധരൻ വടകര ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ പോയതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് 14465 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. 2021 കോൺഗ്രസിന്റെ വീണ S. നായരെയും ഇപ്പോഴത്തെ മേയർ VV രാജേഷിനെയും പരാജയപ്പെടുത്തിയാണ് പ്രശാന്ത് മണ്ഡലം നിലനിർത്തിയത്. 21515 വോട്ടായിരുന്നു ഭൂരിപക്ഷം. ഹിന്ദു വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലത്തിലെ നായർ സമുദായമാണ് എണ്ണത്തിൽ മുന്നിൽ. ഈഴവ, ദളിത് വിഭാഗങ്ങൾക്കും സ്വാധീനമുണ്ട്. തിരുവനന്തപുരം നോർത്ത് മണ്ഡലമാണ് പിന്നീട് വട്ടിയൂർക്കാവായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും വട്ടിയൂർക്കാവിൽ 1-ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP രണ്ട് മുന്നണികൾക്ക് മുമ്പേ കളത്തിലിറങ്ങുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മണ്ഡലത്തിൽ വിപുലമായ പഠനം നടത്തിയെന്നും BJPക്ക് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2497 വോട്ടിന്റെ ഭൂരിപക്ഷം NDAയ്ക്ക് ലഭിച്ചിരുന്നു. 1,63,063 വോട്ടർമാരാണ് ഇത്തവണ വട്ടിയൂർക്കാവിലുള്ളത്. ഇതിൽ 77,550 പുരുഷന്മാരും 85,510 സ്ത്രീകളുമാണ്. കഴിഞ്ഞ തവണ 2,80,543 വോട്ടാണ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 1,37,636 വോട്ട് പോൾ ചെയ്യപ്പെട്ടു. ഈ വർഷം SIR പ്രക്രിയ കഴിഞ്ഞതോടെ മണ്ഡലത്തിൽ 40,000-ലധികം വോട്ടർമാരുടെ കുറവുണ്ടായിട്ടുണ്ട്. മണ്ഡലം രൂപീകരിക്കപ്പെട്ടത് മുതൽ കോൺഗ്രസിന്റെ ഷുവർ സീറ്റായിരുന്നു വട്ടിയൂർക്കാവ്. 2019 ഉപതെരഞ്ഞെടുപ്പിലാണ് ഇടത്തേക്ക് ചാഞ്ഞത്. 2021 മണ്ഡലം പ്രശാന്തിനൊപ്പം നിന്നു. ഈ സാഹചര്യത്തിലാണ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ മുരളീധരനെ തന്നെ കളത്തിലിറക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നത്. 2011 മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ K. മുരളീധരനൊപ്പമായിരുന്നു വോട്ടർമാർ. 2011 K. മുരളീധരൻ 16,167 വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി ചെറിയാൻ ഫിലിപ്പിനെ പരാജയപ്പെടുത്തി.
2016 തെരഞ്ഞെടുപ്പിലും മുരളീധരൻ 7622 വോട്ടുകൾക്കാണ് BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചത്. CPM സ്ഥാനാർത്ഥി TN സീമ 3ാം സ്ഥാനത്തായി. എന്നാൽ 2019 കെ മുരളീധരൻ വടകര ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ പോയതിനെ തുടർന്നാണ് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് VK പ്രശാന്ത് അവിടെ ജയിച്ചത്. 2021 കോൺഗ്രസിന്റെ വീണ S നായരെയും ഇപ്പോഴത്തെ മേയർ VV രാജേഷിനെയും പരാജയപ്പെടുത്തിയാണ് മണ്ഡലം അന്ന് നിലനിർത്തിയത്. ഏതായാലും ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ 25% ഉണ്ട്. തിരുവനന്തപുരം നോർത്ത് മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നത്. വട്ടിയൂർക്കാവ്, കുടപ്പനക്കുന്ന് പഞ്ചായത്തുകളും കോർപ്പറേഷനിലെ 10 വാർഡുകളും ശാസ്തമംഗലം, കുന്നുകുഴി, നന്തങ്കോട്, കണ്ണമ്മൂല വാർഡുകളും ചേർന്നാണ് വട്ടിയൂർക്കാവ് മണ്ഡലം നിലവിൽ വന്നത്. പഞ്ചായത്തുകൾ കോർപ്പറേഷനോട് കൂട്ടിച്ചേർത്തതോടെ 24 വാർഡുകളും നാലാഞ്ചിറ വാർഡിന്റെ പകുതിയും മണ്ഡലത്തിലായി. മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന ഉള്ളൂർ, കടകംപള്ളി പഞ്ചായത്തുകൾ കഴക്കൂട്ടം മണ്ഡലത്തിന്റെ ഭാഗമായി. തിരുവനന്തപുരം നോർത്തിൽ 1977 NDP, 1980 CPM, 1982 കോൺഗ്രസ്, 1987, 91, 96 വർഷങ്ങളിൽ CPM, 2001 കോൺഗ്രസ്, 2006 CPM എന്നിങ്ങനെയായിരുന്നു വിജയം.